എൻ്റെ വീടിൻ്റെ മുമ്പിൽ എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള 4 ബൈക്കുകളാണ് തകർത്തിരിക്കുന്നത്. അതുപോലെ കാറുകൾ തകർത്തിരിക്കുന്നു. ഇതുവരെ ഒരു ഒഫീഷ്യലായിട്ട് ഒരാളെ പോലും കാണാനില്ല ഇവിടെ. അതാണ് ഈ ആന എങ്ങനെ പോവുക. ആനയുടെ പിന്നാലെ നാട്ടുകാരും പത്രക്കാരും. താങ്കളുടെ വീടിന് മുമ്പിൽ 4 ബൈക്ക് തകർന്നു. എൻ്റെ വീട്ടിലെ പണിക്കാരാണ്. എൻ്റെ വീട്ടിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന 4 പണിക്കാരുടെ ബൈക്കുകളൊക്കെ അടിച്ച് തകർത്തു. എൻ്റെ വീടിന് മുമ്പിലത്തെ മറ്റേ വാതിലാണ് പൊളിച്ചത്. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആ വീടിന്റെ ദേഹത്തേക്ക് ഒഴിക്കുന്നതാണ്. വിനിഷ, ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ കാര്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ നമുക്ക് അരികിൽ കാണുന്ന ടെറസിന് മുകളിൽ ചെറിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ആനപ്പാപ്പാമാരെന്തോ വീടിന്റെ സമീപം കയറിയതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ, അവിടെ ദൃശ്യമാധ്യമ പ്രവർത്തകരുമുണ്ട്. ഇനി ക്യാമറമാൻമാർ അവിടെ കയറിയത് കൊണ്ടുള്ള തർക്കമാണോ എന്നറിയില്ല. അവിടെ ചെറിയ തർക്കം നടക്കുന്നുണ്ട്. എന്തായാലും ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. പക്ഷെ ഒന്നും ഫലവത്തല്ല. വലിയൊരു പോലീസ് ഫോഴ്സ് ഇവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്ഥലം MLA അല്പസമയം മുമ്പ് ഇവിടെ നിന്നും ക്ഷുഭിതനായി സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ആനയെ മയക്കുവെടി വെക്കുകയോ മറ്റ് നടപടികളിലേക്ക് കടക്കുകയോ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് അധികൃതർ കടക്കുമോ എന്ന കാര്യത്തിലാണ് വ്യക്തത ഇല്ലാത്തത്. ഇവിടെ നമ്മൾക്ക് 8:45 ശേഷം ആനിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് തിരിച്ചു വരുന്നു.